ഹലോ, എല്ലാവർക്കും I+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മുടെ KW ഗ്രേഡ് 3 സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 10 മാർക്കാണ് ആ ഒരു ഭാഗത്തു നിന്നുള്ള വെയിറ്റേജ്. ഓക്കെ, നമ്മുടെ സിലബസിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, എസ്റ്റിമേഷൻ റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക്, റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ. പക്ഷേ അതിന്റെ അകത്ത് തന്നെ ഒരുപാട് അധികം കണ്ടന്റുകൾ വരുന്നുണ്ട് അല്ലേ. ഒരു തേർഡ് ഗ്രേഡ് എക്സാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എസ്റ്റിമേഷന്റെ അകത്തു നിന്നും ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കും. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കുക, അതിനുശേഷം ആൻസർ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യുക. തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ മാക്സിമം ഇത് റിവിഷൻ എന്നുള്ള രീതിയിൽ കണക്കാക്കുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ NBC നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം ടൈപ്പ് ഓഫ് ബിൽഡിംഗിൽ പെടാത്തത് ഏതാണ്? ഡൊമസ്റ്റിക്, ഇൻഡസ്ട്രിയൽ, മെർക്കന്റൈൽ, സ്റ്റോറേജ്. ഓക്കെ, അറിയാവുന്നവർക്ക് ടൈപ്പ് ചെയ്യാം. സോ NBC പ്രകാരവും KMDR പ്രകാരവും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് ബിൽഡിംഗ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം KMDR പഠിച്ചു വയ്ക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ഇതും നമ്മുടെ PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, NBC പ്രകാരമുള്ളത്. ഓക്കെ, അപ്പോ നമുക്കുള്ള ഒക്കുപ്പൻസി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്സ് ബേസ്ഡ് ഓൺ ഒക്കുപ്പേഷൻ ആണ്. ഒക്കുപ്പേഷൻ അറിയാലോ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. താമസിക്കാനാണോ മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതില് ഗ്രൂപ്പ് A റെസിഡൻഷ്യൽ, B എഡ്യൂക്കേഷണൽ, C ഇൻസ്റ്റിറ്റ്യൂഷണൽ, D അസംബ്ലി, E ബിസിനസ്, F മെർക്കന്റൈൽ, G ഇൻഡസ്ട്രിയൽ, H സ്റ്റോറേജ്, I ഹസാർഡ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പഠിക്കാറുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഡ് യൂസ് ചെയ്യാം. ചിലർക്കൊക്കെ അറിയായിരിക്കും ആ ഒരു കോഡ്. റിയാബ് മിഷ് എം. ഓക്കെ, എം എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, അത് നമുക്ക് NBCയിൽ പറയുന്നില്ല. ഓക്കെ, അപ്പൊ റിയാബ് മിഷ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണേൽ പഠിച്ചു വെക്കാവുന്നതാണ് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒക്കുപ്പൻസിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കിയേ. ഡൊമസ്റ്റിക്, ഇൻഡസ്ട്രിയൽ, മെർക്കന്റൈൽ, സ്റ്റോറേജ്. ഇൻഡസ്ട്രിയൽ ഉണ്ട്, മെർക്കന്റൈൽ ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ ഡൊമസ്റ്റിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല അല്ലേ. റെസിഡൻഷ്യൽ ആണ് അല്ലേ. ആക്ച്വലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ നമുക്ക് വിളിക്കാം ഡൊമസ്റ്റിക് എന്ന്, പക്ഷേ ക്ലാസിഫിക്കേഷൻ പ്രകാരം റെസിഡൻഷ്യൽ എന്നുള്ള വേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. ആൻസർ കമന്റ് ചെയ്തത് ഡൊമസ്റ്റിക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൈറ്റ് ഓഫ് ഹാബിറ്റബിൾ റൂം മെഷേർഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി ഫ്ലോർ ടു ദി ലോവസ്റ്റ് പോയിന്റ് ഓഫ് സീലിംഗ് ഷോൾഡ് നോട്ട് ബി ലെസ് ദാൻ. ഹാബിറ്റബിൾ റൂം ആണ് കേട്ടോ. പല ടൈപ്പ് ഓഫ് റൂമുകളുണ്ട്, പല റൂമിനും പല ഹൈറ്റുകളുമാണ്. സോ ഹാബിറ്റബിൾ റൂമിന്റെ ഹൈറ്റ് ആണ് വേണ്ടത്. എവിടുന്ന്? ഫ്ലോറിൽ നിന്നും സീലിംഗ് വരെയുള്ള, ലോവസ്റ്റ് പോയിന്റ് ഓഫ് സീലിംഗ് വരെയുള്ള ഹൈറ്റ് എത്രയിൽ കുറയാൻ പാടില്ല. ഓക്കെ, അതിൽ കൂടുതലായിരിക്കണം. 2 മീറ്റർ, 2.75 മീറ്റർ, 2.5 മീറ്റർ, 3 മീറ്റർ. ഹാബിറ്റബിൾ റൂം മീൻസ് നമ്മൾ താമസിക്കുന്നതാണ് അല്ലെ. ഹാബിറ്റാറ്റ് ആണ്. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഫസ്റ്റ്, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. 2.75 മീറ്റർ ആണ് ഹാബിറ്റബിൾ റൂമിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഹാബിറ്റബിൾ റൂം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് ചോദിക്കുന്ന രീതി റെഗുലർ. ഓക്കെ, റെഗുലർ ആയിട്ടുള്ള ഒരു റൂം, റെഗുലർ റൂം എന്നുള്ള രീതിയിൽ ചോദിക്കും, റെഗുലർ റൂം. ഓക്കെ, ഇനി 2.6 മീറ്റർ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ 2.6 മീറ്റർ എന്തിന്റെയാന്ന് വെച്ചാൽ റോ ഹൗസസ് ആണ്. റോ ഹൗസസ് എന്താ? റോ എന്ന് വെച്ചാൽ എന്താ? ഒരു വരിയാണ് അല്ലെ. അതായത് ഒറ്റ വരിയായിട്ട് കുറെ വീടുകൾ ഇങ്ങനെ നിൽക്കുക. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അറ്റത്ത് മാത്രമേ സൈഡ് ഉള്ളൂ അല്ലേ, അടുത്തടുത്താണ്. ഇങ്ങനത്തെ വീടുകളാണെങ്കിൽ 2.6 മീറ്റർ ആയിരിക്കും ഹൈറ്റ്. അതുപോലെ AC, എയർ കണ്ടീഷൻഡ് റൂം ആണെന്നുണ്ടെങ്കിൽ, എയർ കണ്ടീഷൻഡ് റൂം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നമുക്ക്. അങ്ങനത്തെ ഒരു റൂം ആണെങ്കിൽ 2.4 മീറ്റർ ആണ് മിനിമം ഹൈറ്റ്. ദെൻ ഗവൺമെന്റിന്റെ ബിൽഡിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ 3.4 മീറ്ററും ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിമി ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചില വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് സെർച്ചും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ്
നമ്മുടെ 2.75 ആണ് ഹാബിറ്റബിൾ റൂമിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കവേർഡ് ഏരിയ ഓഫ് ദി യൂസബിൾ റൂംസ് അറ്റ് എനി ഫ്ലോർ ലെവൽ എക്സ്ക്ലൂഡിംഗ് ദി ഏരിയ ഓഫ് ദി വോൾ ആണ് കേട്ടോ. അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. വോളിന്റെ ഏരിയ എടുത്തില്ലെങ്കിൽ കവേർഡ് ഏരിയ ഓഫ് ദി യൂസബിൾ റൂംസ് അറ്റ് എനി ഫ്ലോർ ലെവലിനെ വിളിക്കുന്ന പേരെന്താണ്? പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, കവേർഡ് ഏരിയ, ബിൽഡിംഗ് ഏരിയ. കവേർഡ് ഏരിയ ഓഫ് ദി യൂസബിൾ റൂംസ് അറ്റ് എനി ഫ്ലോർ ലെവൽ ആണ്. എക്സ്ക്ലൂഡിംഗ് വോളിന്റെ ഏരിയ ആണ്. ഏരിയ ഓഫ് വോൾ, വോളിന്റെ ഏരിയ എടുക്കാതെയുള്ള ഉള്ളിലുള്ള ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കേ, ഇതാണല്ലേ നമ്മുടെ ഇത്. ഞാൻ 2 പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ ബിൽട്ടപ്പ് ഏരിയ അല്ലെങ്കിൽ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നതാണ് ഈ പച്ച കളറിൽ, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന മൊത്തം ഏരിയ അല്ലെ. ആൻഡ് ഇത് നോക്കിയേ, അതിൽ നമ്മുടെ വോൾ ഏതാ? വോൾ ഇതാണ് അല്ലെ, ഇതാണ് വോൾ ചുറ്റിനുള്ളത്. ഈ വോളിനെ മാറ്റിക്കഴിഞ്ഞ് ഉള്ളിലുള്ള അത്രയും ഏരിയനെ വിളിക്കുന്ന പേരാണ് കാർപ്പറ്റ് ഏരിയ കേട്ടോ. കാർപ്പറ്റ് ഏരിയ ആണ്. തെറ്റിയാലും പ്രശ്നമില്ല, നിങ്ങൾ കമന്റ് ചെയ്യുക. സോ കാർപ്പറ്റ് ഏരിയ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കാർപ്പറ്റ് ഏരിയനെ പറ്റി നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നമ്മൾ അത് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളും കൂടി പറയണം അല്ലെ. കാർപ്പറ്റ് ഏരിയക്ക് മറ്റു 2 പേരുകൾ കൂടിയുണ്ട്. 2 പേരുകളല്ല, 3 പേരുകളുണ്ട്. ഒന്ന് ലൈവബിൾ ഏരിയ, ലൈവബിൾ ഏരിയ. ഓക്കെ, രണ്ടാമത്തെ പേര് ലെഫ്റ്റബിൾ ഏരിയ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അതായത് ഓപ്ഷൻസിൽ തന്നെ ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ ലൈവബിൾ ഏരിയ, ഇവിടെ ലെഫ്റ്റബിൾ ഏരിയ, ഓൾ ഓഫ് യു, ഇങ്ങനെ വരാം. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് യൂസബിൾ ഏരിയ. ഓക്കെ, ഇങ്ങനെ പല പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, കാർപ്പറ്റ് ഏരിയ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെർമിറ്റഡ് മാക്സിമം കവറേജ് ഫോർ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ പെർമിറ്റഡ് മാക്സിമം കവറേജ് ഇൻ പെർസെന്റേജ് എത്രയാണ്? ഓക്കെ, അറിയാവുന്നവർക്ക് കമന്റ് 65%, 75%, 35%, 55%. ഓക്കെ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 65%, 75%, 35%, 55%. ഓക്കെ, അപ്പൊ ഞാൻ ടേബിൾ കാണിക്കാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, നോക്കിക്കോളുക. ടൈപ്പ് ഓഫ് പ്ലോട്ട്, ഏരിയ ഓഫ് പ്ലോട്ട്, അതുപോലെ തന്നെ പെർമിസിബിൾ കവേർഡ് ഏരിയ ആണ്. ഇതൊക്കെ പഠിച്ചിട്ട് പോവുക. ആൻഡ് എ ടൈപ്പ്, ബി ടൈപ്പ്, സി ടൈപ്പ്, ഡി ടൈപ്പ്. ഇതില് ഏരിയ തരാതെ എ ടൈപ്പ് എന്നോ ബി ടൈപ്പ് എന്നോ സി ടൈപ്പ് എന്നോ ഒക്കെ ആ രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ എ ടൈപ്പ്, ബി ടൈപ്പ്, സി ടൈപ്പ്, ഡി ടൈപ്പ്. ഇതിൽ ഏരിയ ഓഫ് പ്ലോട്ട് ഗ്രേറ്റർ ദാൻ 1000 മീറ്റർ സ്ക്വയർ, ദെൻ 500 to 1000. ഓക്കെ, മീറ്റർ സ്ക്വയർ, 200 to 500 മീറ്റർ സ്ക്വയർ, ലെസ് ദാൻ 200 മീറ്റർ സ്ക്വയർ. ഈ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും വരുന്നത് ലെസ് ദാൻ മീൻസ് നമ്മുടെ ഈ ഒരു കാറ്റഗറിയിലാണ് എപ്പോഴും ഉൾപ്പെടുന്നത് കേട്ടോ. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ആൻസർ വരുന്നത് 65% ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്കെയിൽ ഓഫ് ദ സൈറ്റ് പ്ലാൻ അക്കംപനിയിങ് ദ ആപ്ലിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് പെർമിറ്റ്സ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ. സ്കെയിൽ ഓഫ് ദി സൈറ്റ് പ്ലാൻ അക്കംപനിയിങ് ദി ആപ്ലിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് പെർമിറ്റ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ. അതായത് സൈറ്റ് പ്ലാനിന്റെ സ്കെയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സൈറ്റ് പ്ലാൻ ഉണ്ട്, സർവീസ് പ്ലാൻ ഉണ്ട്, ബിൽഡിംഗ് പ്ലാൻ ഉണ്ട്, അതുപോലെ കീ പ്ലാൻ ഉണ്ട്, പാർക്കിംഗ് പ്ലാൻ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്ലാനുകളുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ സ്കെയിൽ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. KMVR പ്രകാരമുള്ളതാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. KMVR ഉണ്ട്, അതുപോലെ തന്നെ NGC ഉണ്ട്. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ KMVR പഠിച്ചിട്ട് പോവുക. എപ്പോഴും ചോദിക്കുന്നത് KMVR പ്രകാരമുള്ള വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സൈറ്റ് പ്ലാനിന്റെ സ്കെയിൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 1:200, 1:500, 1:400, 1:800. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് സൈറ്റ് പ്ലാൻ. ഫസ്റ്റ് വൺ സൈറ്റ് പ്ലാൻ, രണ്ടാമത്തത് പഠിക്കേണ്ടത് സർവീസ് പ്ലാൻ. ഓക്കെ, രണ്ടാമത്തത് സർവീസ് പ്ലാൻ, മൂന്നാമത്തത് ബിൽഡിംഗ് പ്ലാൻ, നാലാമത്തത് കീ പ്ലാൻ. കീ പ്ലാൻ അങ്ങനെ എപ്പോഴും ചോദിക്കാറില്ല, എന്നാലും അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഫസ്റ്റ് സൈറ്റ് പ്ലാൻ. സൈറ്റ് പ്ലാനിന്റെ സ്കെയിൽ എത്രയാന്ന് ചോദിച്ചാല് 1:400 കുറയാൻ പാടില്ല. ഓക്കെ, 1:400 കുറയാൻ പാടില്ല. ഷോൾ നോട്ട് ബി ലെസ് ദാൻ 1:400. ഇനി സർവീസ് പ്ലാനിന്റെ സ്കെയില് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. നമ്മുടെ സൈറ്റ് പ്ലാനിൽ എത്രയാണോ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയില് അത് തന്നെയാവണം സർവീസ് പ്ലാനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എത്രയാ? 1:400 തന്നെ മിനിമം.
അടുത്തത് ബിൽഡിംഗ് പ്ലാൻ. ബിൽഡിംഗ് പ്ലാനിന്റെ സ്കെയില് ഷോൾ നോട്ട് ബി ലെസ് ദാൻ 1:100 ആണ്. ഓക്കെ, കീ പ്ലാനിന് നോ സ്കെയില് നമ്മൾ യൂസ് ചെയ്യാറില്ല. KNBR പ്രകാരമാണ് കേട്ടോ, NBC പ്രകാരമല്ല, NBCയിൽ സ്കെയിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഞാൻ ഈ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ സൈറ്റ് പ്ലാനിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:400 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഹൈറ്റ് ഓഫ് എയർ കണ്ടീഷൻഡ് റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ. പറഞ്ഞ കമന്റ് ചെയ്ത് നമ്മൾ കുറച്ചു മുന്നേ കണ്ടതാണ് അല്ലെ. എയർ കണ്ടീഷൻഡ് റൂം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക പരീക്ഷകൾക്കും കാണാറുള്ളതാണ് കേട്ടോ. ബിൽഡിംഗ് ഡ്രോയിങ് ഉള്ള മിക്ക എക്സാമുകൾക്കും കാണാറുള്ളതാണ്. 2.2 മീറ്റർ, 2.7 മീറ്റർ, 2.4 മീറ്റർ, 3 മീറ്റർ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് കമന്റ് ചെയ്തേക്കുന്നത്. 2.4 മീറ്റർ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാക്സിമം നമ്പർ ഓഫ് ഫ്ലോർസ് പെർമിറ്റഡ് ഫോർ റോ ബിൽഡിംഗ്സ് ആർ. റോ ബിൽഡിംഗ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അതായത് നിരന്ന് നിൽക്കുന്ന വീടുകളാണ്, അടുത്തടുത്തടുത്തടുത്ത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇടയില് ഗ്യാപ്പ് ഇല്ലാതെ അടുത്തടുത്തടുത്ത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ നമ്മൾ അങ്ങനെ കാണാറില്ല, പക്ഷെ മറ്റ് അല്ലെ പല പല സംസ്ഥാനങ്ങളിലെ പല പല ഏരിയാസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പല ടൈപ്പ് ഓഫ് വീടുകളാണ് നമ്മൾ കാണാറുള്ളത് അല്ലെ. അപ്പൊ റോ ബിൽഡിങ്സ് ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ റോ ബിൽഡിങ്സ് നമ്മൾ കൊടുക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് ഫ്ലോർസ് ആണ് മാക്സിമം ആണ്, മാക്സിമം കൊടുക്കും 3142. ഓക്കെ, റോ ബിൽഡിങ്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം, നോക്കിക്കോളുക. ഇതില് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം റോ ബിൽഡിങ്സിന്റെ പ്ലോട്ട് ഏരിയ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, ഒരു 2019-20 ആ ഒരു ടൈം ചോദിച്ചിട്ടുള്ളതാണ് പ്ലോട്ട് ഏരിയ. പ്ലോട്ട് ഏരിയ ഓഫ് റോ ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയിൽ കൂടാൻ പാടില്ല? 85 മീറ്റർ സ്ക്വയർ കേട്ടോ. 85 മീറ്റർ സ്ക്വയറിൽ കൂടാൻ പാടില്ല. ദെൻ ഡിസ്റ്റൻസ് ഫ്രം സ്ട്രീറ്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ്? ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലോട്ട് ബൗണ്ടറി abutting any street other than national highway, state highway, district road, other road shall be 1.5 meter ആണ് മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, പിന്നെ വരുന്നത് മാക്സിമം ഫ്ലോർസ് ആണ് 2 ആണ്. മാക്സിമം 2 പാടുള്ളൂ, 1 or 2. ഓക്കെ, പിന്നെ വരുന്നത് വെൽസ്, അതായത് കിണറുകൾ എന്ന് പറയുന്നത് 7.5 മീറ്ററിൽ നിന്ന് ആ ഒരു 7.5 മീറ്റർ റേഡിയസ് മാറിയിട്ട് വേണം എന്ത് വരാൻ വേണ്ടിയിട്ട്? ബിൽഡിങ്സിന് നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും ആ റോ ബിൽഡിങ്സിനെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ വെല്ലിന്റെ കാര്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ഫ്ലോർസ്, അതുപോലെ പ്ലോട്ട് ഏരിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2 ആണ്. 2 നമ്പർ ഓഫ് ഫ്ലോർസ് ആണ് മാക്സിമം പെർമിറ്റഡ് ഫോർ റോ ബിൽഡിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി ഇവനെ ക്വസ്റ്റ്യൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദി വെയിറ്റ് എന്നാലും കണ്ടുപിടിക്കാനേ ഉള്ളൂ അല്ലേ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ബാർ ഓഫ് 10 mm ഡയമീറ്റർ ഹാവിംഗ് എ ലെങ്ത് ഓഫ് 5 മീറ്റർ? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിനിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ, ഞാനത് കഴിഞ്ഞ മറ്റേ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോളം എങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റില് ഡയമീറ്റർ ഓഫ് ബാർ ആണ്, സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ വെയിറ്റ് പെർ മീറ്റർ. ഓക്കെ, ഇങ്ങനെ ഒരു കോളം ഉണ്ട്. അതില് 6 mm, 10 mm, 12 mm, 16 mm ഇങ്ങനെ കുറെ ഡയമീറ്റർ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ഒരു കുറെ വാല്യൂസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കരുത്, ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിക്കുക. അന്നും ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഡിസ്കഷനും ഞാനത് പറഞ്ഞതാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് വെയിറ്റ് പെർ മീറ്ററിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ d²/162 ആണ് ഇക്വേഷൻ. ഓക്കെ, വെയിറ്റ് പെർ മീറ്ററിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വാട്ട് ഈസ് ദി വെയിറ്റ് പെർ മീറ്റർ ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ബാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് അല്ല വെയിറ്റ് പെർ മീറ്റർ എന്ന് ചോദിച്ചാൽ d²/162 ആണ് ആൻസർ. ഇനി വെയിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ d²/162 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. d²/162 മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട്? ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് വെയിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇക്വേഷൻ വരുന്നത് d²/162 ആണ്, അതിന്റെ കൂടെ ലെങ്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പൊ എന്ത് വരും ആൻസർ? d² എന്ന് പറയുന്നത് 10 × 10 ആണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ചോദിക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ ചെയ്യണം അല്ലെ. അപ്പൊ ചെയ്തും കൂടി ഒന്ന് നോക്കുക കേട്ടോ. 5 മീറ്റർ ഈ ഒരു ഇതിന് ചെയ്യുമ്പോൾ 500/162 എന്ന് വരും. ഇതിന് ചെയ്യുമ്പോൾ 250/81 എന്ന് വരും. സോ ഇങ്ങനെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. കാൽക്കുലേഷൻ ചെയ്യാതെ ചുമ്മാ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 മാർക്ക് അങ്ങ് പോകും. സോ ബി 3.08 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോറി, ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും നോക്കിയേക്കുക. ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം. ദെൻ
A sanctioned estimate is likely to be exceeded by more than 5%, either from the price being found insufficient due to change of price level or from any cause whatever, except important structural alterations. ഇത് നമ്മുടെ PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ഗ്രേഡ് എക്സാമിന് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമെന്ന് കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്താണ് നമ്മുടെ സാങ്ഷൻ ചെയ്ത എസ്റ്റിമേറ്റ്, ആ ഒരു എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിനേക്കാളിലും 5% എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതാണ് ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള കീവേഡുകളാണ് പഠിക്കേണ്ടത്. സാങ്ഷൻ എസ്റ്റിമേറ്റ് ആണ്, അത് 5% കൂടിക്കഴിഞ്ഞാൽ, അതിന്റെ കോസ്റ്റ് 5% കൂടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ, അല്ലെ? ദ എസ്റ്റിമേറ്റ് പ്രിപ്പയർഡ് ഈസ് കോൾഡ്. അതിന് ബദലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഇത് 4 ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ ആൻസർ മാർക്ക് ചെയ്തത് കൊണ്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. നമുക്ക് മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആണുള്ളത്. ഓക്കെ, റിവൈസ്ഡിലേക്ക് വരുന്നതിന് മുന്നേ 2 ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആണുള്ളത്. ഒന്ന് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും രണ്ടാമത്തത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ, അല്ലെ, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ചില വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ഏകദേശം കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്താ? പ്ലാനും എലിവേഷനും അതുപോലെ തന്നെയുള്ള ഡേറ്റകളെല്ലാം വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കോസ്റ്റ് കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റിനെ വിളിക്കുന്ന പേരാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ തന്നെ വരുന്ന 2 ടൈപ്പാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റും സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. ഓക്കെ, സപ്ലിമെന്ററി എന്ന് വെച്ചാൽ എന്താണ്? സപ്ലിമെന്ററി മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അഡീഷണൽ ആണ്, അല്ലെ? അഡീഷണൽ. അപ്പൊ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്കുകൾ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി, അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റീറ്റെയിനിങ് വോളും കൂടെ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉറപ്പ് കിട്ടും. അപ്പൊ നമ്മുടെ കണക്കിലില്ലാത്തതാണ് റീറ്റെയിനിങ് വോൾ, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിനാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. റിവൈസ് ചെയ്യുന്ന എപ്പോഴാ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അല്ലെ? അപ്പൊ കുഴപ്പം എന്താ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റിനേക്കാളും ഇത്ര ശതമാനം കൂടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് അതിന് മാത്രമല്ല, നോക്കിക്കോളുക, 3 കണ്ടീഷൻസ് ആണ് റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ. ഒന്ന്, ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് വാല്യൂ ഈസ് എക്സീഡഡ് ബൈ 5% ഓർ മോർ. 5% കൂടുക. അതായത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സാങ്ഷൻ മേടിക്കുന്നത്. അതിന്റെ വാല്യൂ 5%-നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ, ഓക്കെ, ഓർ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആണ് എമൗണ്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിലെ കോസ്റ്റ് 10%-നേക്കാളിലും കൂടിയാൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡീവിയേഷൻ സംഭവിച്ചാൽ. ഓക്കെ, ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എപ്പോഴാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ഓൾ ഓഫ്, ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ആൻസർ വരുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് വെൻ ഫർദർ ഡെവലപ്മെന്റ് ഈസ് റിക്വയർഡ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് എ വർക്ക്? ആൻസർ പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. സോ അത് ഇതിൽ വരുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചിട്ട് കമന്റ് ചെയ്യാം. Which estimate is prepared when further development is required for the progress of a work? വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അത് ഫർദർ ഡെവലപ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഏത് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കമന്റ് ചെയ്തേക്കുന്നത്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ്, അല്ലെ? അതായത് അഡീഷണൽ ആയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഗ്രസ് നടക്കുകയുള്ളൂ, അല്ലെ? സോ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The hospital buildings are belong to which group of classification? Hospital buildings ഏതിലാണ് വരുന്നത്? ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് എച്ച്? എല്ലാരും കമന്റ് ചെയ്യണേ കേട്ടോ. എല്ലാരും നോക്കിയിരിക്കുന്നുണ്ട്, ആൻസർ എല്ലാം കാണുന്നുണ്ട്, അനങ്ങാത്തവരും ഉണ്ട്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. കമന്റ് ചെയ്തേക്കുന്നത് എ ആണ്, ഗ്രൂപ്പ് സി. ഗ്രൂപ്പ് സി മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സ് ആണ്, അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സിലാണ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ്. ഓക്കെ, നെക്സ്റ്റ്. ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ദ ലൈവബിൾ ഏരിയ ഷുഡ് ബി ഡാഷ് ഓഫ് ദി പ്ലിന്റ് ഏരിയ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, അല്ലെ? റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെയും പഠിച്ചു വെക്കണം, ഓഫീസ് ബിൽഡിംഗിന്റെയും പഠിച്ചു വെക്കണം.
ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ദ ലൈവബിൾ ഏരിയ എന്താ? കാർപ്പറ്റ് ഏരിയ. ഞാൻ ഓൾറെഡി പറഞ്ഞു, കാർപ്പറ്റ് ഏരിയക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് ലൈവബിൾ ഏരിയ. ലൈവബിൾ ഏരിയ ഷുഡ് ബി ഡാഷ് ഓഫ് ദി പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയയുടെ എത്ര ശതമാനമാണ്? സിമ്പിൾ ആണ്. $20 to 30%, 35 to 50%, 5 to 10%, 50 to 65%. ഓക്കെ, ആൻസർ കമന്റ് ചെയ്തിരിക്കുന്ന കറക്റ്റ് ആണ്. സോ ഈ ഒരു വാല്യൂ കൂടി പഠിച്ചു വെക്കുക. കാർപ്പറ്റ് ഏരിയ ഫോർ എൻ ഓഫീസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 60 to 70% അല്ലെങ്കിൽ 60 to 75% എന്നും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുണ്ട്. പരീക്ഷയ്ക്ക് 75% എന്നും ചോദിച്ചിട്ടുണ്ട്, 60 to 70 എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 75% വന്നാലും കറക്റ്റ് ആണ്, 70 വന്നാലും ഓക്കെ ആണ്. ദെൻ കാർപ്പറ്റ് ഏരിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് 50 to 65% ഓഫ് പ്ലിന്ത് ഏരിയയുമാണ്. ഓക്കെ, ആ രണ്ട് വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 50 to 65%. അടുത്ത ക്വസ്റ്റ്യൻ, ദി സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് മേ ബി അബൌട്ട് ഡാഷ് ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. സ്ക്രാപ്പ് വാല്യൂ, ഒരു ബിൽഡിംഗിന്റെ സ്ക്രാപ്പ് വാല്യൂ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ എത്ര ശതമാനമായിട്ടാണ്? നമ്മൾ അത്രയും തന്നെ പറഞ്ഞൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എത്രയായിട്ടാണ് തിയററ്റിക്കലി അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്? 1%, 5%, 10%, 20%. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്, 10% ആണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു ബിൽഡിംഗ് നമ്മൾ ഉപയോഗിച്ച് അതിന്റെ ലൈഫ് തീരാൻ വേണ്ടി പോകുന്നു. തീരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് മൊത്തം പൊളിക്കും അല്ലെ? പൊളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മുടെ കാര്യമാണ് പറയുന്നത്. ഒരു വീട്, ഒരു വലിയ വീടോ എങ്ങനത്തെ ആയിക്കോട്ടെ, വീട് നമ്മൾ പൊളിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനോ എന്തുമായാലും നമ്മൾ എന്ത് ചെയ്ത് പൊളിച്ചിട്ട്, ഇപ്പൊ ഒരു വണ്ടി ആണെങ്കിൽ തന്നെ അങ്ങനെ തന്നെ അല്ലെ? വണ്ടി പൊളിക്കുന്നു, പൊളിച്ചു വെക്കുന്നു അല്ലെ? അപ്പൊ ആ ഡിസ്മാൻഡിൽ ചെയ്യാന്നാണ് പൊളിക്കുന്നതിന് പറയുന്ന പേര്. ഡിസ്മാൻഡിലിങ്ങിന് ശേഷമുള്ള വാല്യൂ അതാണ് സ്ക്രാപ്പ് വാല്യൂ. ഡിസ്മാൻഡിലിങ്ങിന് മുന്നേ ഉള്ള വാല്യൂ അതാണ് സാൽവേജ് വാല്യൂ. രണ്ടും ഓർക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് വരും. അപ്പൊ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് 10% ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷന്റെ 10%. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി കോസ്റ്റ് ഓഫ് ചാർജ് വെൻ ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ടേക്സ് അപ്പ് ദി വർക്ക് ഓഫ് അതർ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? കണ്ടിൻജൻസീസ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്, സെന്റേജ് ചാർജ്, ലംസം. ഓക്കെ, ഒരാൾ മാത്രമാണ് എല്ലാത്തിനും കമന്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാരും കമന്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ ഓരോന്നും എന്താന്ന് പറയാം. കണ്ടിൻജൻസീസ് എന്ന് വെച്ചാൽ എന്താ? കണ്ടിൻജൻസീസ് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന, മിസ്സലേനിയസ് ആയിട്ട് വരുന്ന അങ്ങനത്തെ എക്സ്പെൻഡിച്ചർ ആണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. പിന്നെ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ, അതായത് ഇപ്പൊ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇങ്ങനെ ചൗക്കീദാർ അങ്ങനെയുള്ള മീൻസ് ഇപ്പൊ നമുക്ക് ഒരു വർക്ക് എടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് വരുന്ന, നമ്മളിപ്പോ കോൺട്രാക്റ്റിൽ എടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്ന സാലറീസ്, അതൊക്കെയാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റിൽ വരുന്നത്. സെന്റേജ് ചാർജ് എന്ന് വെച്ചാലാണ് ഈ പറഞ്ഞ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ അതാണ് സെന്റേജ് ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. കമന്റ് ചെയ്തത് കറക്റ്റ് ആണ്. ലംസം എന്ന് വെച്ചാൽ അതർ ദാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് അല്ലാതെ മറ്റെന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന തുകയാണ് ലംസമിൽ കൂട്ടുന്നത്. അപ്പൊ ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സോ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഫോർ ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോർട്ടാർ ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് ബൈ ആൻ ആവറേജ് ആർട്ടിഷൻ പെർ ഡേ എത്രയാണ്? എത്ര മീറ്റർ ക്യൂബ് ആണ്? അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഫോർ ബ്രിക്ക് വർക്ക് ആണ്. ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോർട്ടാർ ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. ഓക്കെ, ഈ ആവറേജ് ആർട്ടിഷൻ പെർ ഡേ വിളിക്കുന്ന പേര് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ഓക്കെ, അതിനെ വിളിക്കുന്ന പേര് ഓവർടൺ. കറക്റ്റ്, ഓവർടൺ എന്നാണ് വിളിക്കുന്നത്. ആവറേജ് ആർട്ടിഷൻ പെർ ഡേ, അതായത് ഒരു പണിക്കാരൻ ഒരു ദിവസം ശരാശരി ചെയ്യുന്ന അയാളുടെ ജോലി എത്ര വർക്ക് തീർന്നു. ഇപ്പൊ എല്ലാം നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലെ? ചിലപ്പോ എർത്ത് വർക്ക് എക്സ്കവേഷൻ, മണ്ണെടുത്ത് വാനം വെട്ടുന്നത് ചിലപ്പം ഒരാൾക്ക് ശരാശരി ഒരു മനുഷ്യന് ഇത്രയായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ കെട്ടുന്നു, മീൻസ് സിമെന്റ് കോൺക്രീറ്റ് ചെയ്യുന്നു,
അങ്ങനെ ബ്രിക്ക് വർക്ക് ചെയ്യുന്നതെല്ലാം ഓരോ ദിവസത്തെ ഒരു ആവറേജ് കണക്ക്, അതിന് വിളിക്കുന്ന പേരാണ് ഓവർടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിള് നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. കാരണം ഇത് ഈ അടുത്ത കാലം തൊട്ട് പരീക്ഷകൾക്കൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഔട്ടേൺ എന്നും ഓവർടേൺ എന്നും വിളിക്കാറുണ്ട്. ഔട്ടേൺ പഠിച്ചാൽ മതി. ഓവർടേൺ എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഔട്ടേൺ ആണ്. ഔട്ടേൺ നോക്കിയേ, എക്സ്പെക്ടഡ് ഔട്ടേൺ. അതുപോലെ എർത്ത് വർക്ക് ഓരോന്നിന്റെയും നോക്കിയേ, എർത്ത് വർക്ക് എക്സ്കവേഷൻ ഓരോന്നിന്റെയും കൊടുത്തിട്ടുണ്ട്. എർത്ത് വർക്ക് എക്സ്കവേഷൻ, ഓർഡിനറി സോയില്, ഹാർഡ് സോയില്, റോക്ക്. പഠിക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ കണക്ട് ചെയ്ത് പഠിക്കുക. ഓർഡിനറി സോയിൽ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഹാർഡ് സോയിൽ ആണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കുറവ് വർക്കേ ചെയ്യാൻ പറ്റും. റോക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ പ്രയാസമായിരിക്കും. സോ ആ രീതിയിൽ 3, 2, 1 എന്ന് ഓർക്കും. പിന്നെ റാൻഡം റബിൾ മേസൺട്രി. റാൻഡം റബിൾ മേസൺട്രി നോക്കിയേ, 1 മീറ്റർ ക്യൂബ്. ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ 1.25 മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ 1 മീറ്റർ ക്യൂബ്. RCC വർക്ക് 3 മീറ്റർ ക്യൂബ്. അതുപോലെ റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് 1 മീറ്റർ ക്യൂബ്. സിമെന്റ് കോൺക്രീറ്റ് 5 മീറ്റർ ക്യൂബ്. 2.5 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് പ്ലസ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ആഡ് ചെയ്തേക്കുന്നത്. 7.5 മീറ്റർ സ്ക്വയർ. 12 mm പ്ലാസ്റ്ററിങ് 8 മീറ്റർ സ്ക്വയർ. പാർട്ടീഷൻ വോള് 5 മീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളത് ഈ ഒരു ഇത്രയും സംഭവങ്ങൾ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. പക്ഷെ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇത് നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. നമ്മുടെ ആൻസർ 1.25 മീറ്റർ ക്യൂബ് ആണ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഔട്ടേൺ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is included in the plinth area of a building? ഒരു ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? കോർട്ട്യാർഡ്, ബാൽക്കണീസ്, ഓപ്പൺ ഏരിയ, ബാത്റൂം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് നമ്മുടെ ലോജിക് ഉപയോഗിച്ചിട്ട് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. തെറ്റ് ചെയ്യാൻ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് കമന്റ് ചെയ്തേക്കുന്ന ബാത്റൂംസ് ആണ് അല്ലെ. ബാത്റൂംസ് നമ്മുടെ സാധാ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ബാത്റൂം എന്ന് പറയുന്നത് അല്ലെ. നോക്കിയേ, ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് അതിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടെ ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷർഡ് ഫ്ലോർ ലെവലിനെ വിളിക്കുന്ന പേരാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ആ കവേർഡ് ഏരിയ ബിൽട്ടപ്പ് കവേർഡ് ഏരിയനെ വിളിക്കുന്ന പേര് പ്ലിന്ത് ഏരിയ എന്ന്. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ പ്ലിന്ത് ഓഫ്സെറ്റിനെ ഒഴിവാക്കുന്നു, അതില്ല അല്ലെ. അതിനെ ഒഴിവാക്കിക്കൊണ്ടെടുക്കുന്ന എക്സ്റ്റേണൽ ഡയമെൻഷൻസ് വെച്ചിട്ട് എടുക്കുന്ന ഏരിയയാണ് പ്ലിന്ത്. പിന്നെ ഇതിൽ വരുന്നത്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കോർട്ട്യാർഡ്, ഓപ്പൺ ഏരിയാസ്, ബാൽക്കണീസ്, കാൻഡിലിവർ പ്രൊജക്ഷൻസ്. ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. പിന്നെ സപ്പോർട്ടഡ് പോർച്ചസ് അതർ ദാൻ കാൻഡിലിവേർഡ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യും. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ. അപ്പൊ ആൻസർ വരുന്നത് ബാത്റൂംസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഓഫ് എ ബിൽഡിംഗ് മേ ബി ഡാഷ് ഓഫ് ദി പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയയുടെ എത്ര ശതമാനമാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്? 4-5%, 10-15%, 20%, 20-30%. ഓക്കെ, സർക്കുലേഷൻ ഏരിയ എന്ന് വെച്ചാൽ നമുക്കൊരു വീടിനകത്ത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെ, ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത്രയും ഏരിയയാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ആൻഡ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ. ഹൊറിസോണ്ടൽ ആണെങ്കിൽ റൂം ടു റൂം, വെർട്ടിക്കൽ ആണെങ്കിൽ ഫ്ലോർ ടു ഫ്ലോർ. അങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തൊക്കെയാണ് ആ കൂട്ടത്തിൽ വരുന്നത് അല്ലെ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ രണ്ടുപേരും കമന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, 4-5% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹൊറിസോണ്ടലും കൂടി നോക്കി വെച്ചേക്കാം. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് 10-15% ആണ്. വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ 4-5% ആണ്. രണ്ടും നോക്കി വെച്ചേക്കാം, രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. നെറ്റ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി obtained after deducting the amount of yearly repairs from gross income is called. Net annual letting value of a property obtained after deducting amount of yearly repairs from gross income. Gross income minus yearly repairs എന്താ? Salvage value, annuity, years purchase, rateable value. ഓക്കെ, ബാക്കിയുള്ളവരോട് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ ഓരോന്നും എന്താന്ന് ആദ്യമേ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇതിൽ ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന സ്ക്രാപ്പ് വാല്യൂ ആണ്. അത് ഓപ്ഷനിൽ ഇല്ല,
അങ്ങനെ ഓൾറെഡി അത് പറഞ്ഞതാണ് അല്ലെ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ ആണ്. ഡിസ്മാൻഡിൽ പൊളിച്ചതിന് ശേഷം അല്ലെ. സാൽവേജ് വാല്യൂ എന്താ? മൊത്തം ലൈഫ് കഴിഞ്ഞു പക്ഷെ പൊളിച്ചിട്ടില്ല, അതിന് മുന്നേ ഉള്ള അല്ലെ. അതായത് അറ്റ് ദ എൻഡ് ഓഫ് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ എൻഡ് എത്തി അപ്പോഴുള്ള വാല്യൂ ഓഫ് എ ബിൽഡിംഗ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി, അതിനെ വിളിക്കുന്ന പേരാണ് സാൽവേജ് വാല്യൂ. ഓക്കെ. പിന്നെ ഒരെണ്ണം എന്താ? റേറ്റബിൾ വാല്യൂ ആണ് അല്ലെ. റേറ്റബിൾ വാല്യൂ എന്താണ്? നെറ്റ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡിഡക്ടിംഗ് ദി എമൗണ്ട് ഓഫ് ഇയർലി റിപ്പയർസ് ഫ്രം ഗ്രോസ് ഇൻകം. ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഇയർലി റിപ്പയർസ് കുറച്ചു കഴിഞ്ഞാൽ, ഗ്രോസ് ഇൻകം എന്താ? നമുക്കൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന മൊത്തം ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. ആ ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഇയർലി റിപ്പയർസ്, നമുക്ക് വർഷാവർഷം നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പയർ ചെയ്യാനുള്ള ഒരു തുക നമ്മൾ മാറ്റി വെക്കുന്നതായിട്ട് കരുതുക. സോ അതിനെ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് റേറ്റബിൾ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ബാക്കിയും കൂടെ പറയാം. ആന്വിറ്റി എന്താണ്? ആന്വിറ്റി പേര് കൊണ്ട് ഓർക്ക്, ആനുവലി. ഓക്കെ. ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി പാർട്ടി. ഓക്കെ. അതായത് വർഷാവർഷം നമ്മൾ അടയ്ക്കുന്ന, പീരിയോഡിക്കായിട്ട് അടയ്ക്കുന്ന ഒരു റീപേയ്മെന്റ് തുകയെ വിളിക്കുന്ന പേരാണ് ആന്വിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇയേഴ്സ് പർച്ചേസ് ഉണ്ട്. ഇയേഴ്സ് പർച്ചേസ് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ സം നമ്മൾ എന്താണ്, നമുക്ക് എത്രയോ മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ. അതിന് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് വെച്ചിട്ട് 1 rupees നമുക്ക് ആന്വിറ്റി ആയിട്ട് കിട്ടണമെങ്കിൽ എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? 1 രൂപ ആന്വിറ്റി ആയിട്ട് കിട്ടണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? ഇത്ര ഇൻട്രസ്റ്റിന്. അങ്ങനെ ആ ഒരു എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഐപ്ലസിന്റെ വീഡിയോ സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ. അതാണ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? നെറ്റ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡിഡക്ടിംഗ് ദി എമൗണ്ട് ഓഫ് ഇയർലി റിപ്പയർസ് ഫ്രം ഗ്രോസ് ഇൻകം ഈസ് കോൾഡ് റേറ്റബിൾ വാല്യൂ. ഓക്കെ. ഇനി മറക്കരുത്, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്, എല്ലാവരും തെറ്റിക്കാറുള്ളതുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഫയർ റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ ദ മിനിമം തിക്നെസ് ഓഫ് ടിമ്പർ ഡോർ ലീഫ് ഷുഡ് ബി. ഇതിപ്പോ 2025 നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കാരണം നമുക്ക് ബിൽഡിംഗ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ചില സിലബസുകളിൽ ഫയർ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കും കൂടി കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. ഫോർ ഫയർ റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ ദ മിനിമം തിക്നെസ് ഓഫ് ടിമ്പർ ഡോർ ലീഫ് ഷുഡ് ബി 3 cm, 4 cm, 2 cm, 1 cm. ഡോറിന്റെ തിക്നെസ് ആണ് കേട്ടോ. 1 cm എത്ര നമ്മൾ ആലോചിച്ച് നോക്കിയേ, വളരെ കുറവാണ് 1 cm. നമ്മുടെ സ്കെയിലിലെ 1 cm. ഫയർ റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് വേണ്ടത്. ദ മിനിമം തിക്നെസ് ഓഫ് ടിമ്പർ ഡോർ എന്ന് പറയുന്നത് 4 cm ആണ് വരേണ്ടത് കേട്ടോ. 4 cm, 4 cm. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following area is included in the carpet area of a building? ഒരു ബിൽഡിങ്ങിന്റെ കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, ചെയ്യാത്തതല്ല. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റോർ, കിച്ചൺ, ഡൈനിങ്, സ്റ്റെയർ. ഓക്കെ. ഇപ്പൊ കമന്റ് ചെയ്തയാണോ സ്റ്റെയർ കേസ്? അല്ല. ഓക്കെ. ഓക്കെ. ആൻസർ കറക്റ്റ് ആണ്. ഡൈനിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അതായത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡൈനിങ് ആണ്. സ്റ്റോറും കിച്ചണും സ്റ്റെയർ കേസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറില്ല കേട്ടോ. മീൻസ് സ്റ്റെയർ കേസ് മീൻസ് ഒരു സർക്കുലേഷൻ ഏരിയ, സർക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നും തന്നെ നമ്മൾ കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല കേട്ടോ. അതെപ്പോഴും ഓർക്കുക. സ്റ്റോർ, കിച്ചൺ, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്, ബാത്റൂമും നമ്മൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറില്ല കേട്ടോ. ഓക്കെ. ഡൈനിങ് ആണ് വരുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. കാർപ്പറ്റ് ഏരിയ എന്താണെന്ന് അറിയാം, എന്തൊക്കെയാണ് നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ പ്രോജക്ട് which of the following estimate is accorded sanction in a technical sanction? ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എസ്റ്റിമേറ്റ് ഏതാണ്? അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, പ്രിലിമിനറി എസ്റ്റിമേറ്റ്. ആൻസർ ഇതിന്റെ അല്ല കമന്റ് ചെയ്തേക്കുന്നത് അല്ലേ? ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ആൻസർ കറക്റ്റ് ആണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്.
ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്, ചെറിയൊരു പ്രോബ്ലം. എ സ്കൂൾ ബിൽഡിംഗ് ഓഫ് 10 ക്ലാസ് റൂംസ് ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ് ആൻഡ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദി സ്കൂൾ ഇൻ ടേംസ് ഓഫ് പെർ ക്ലാസ് റൂം ഈസ് 1,50,000. 1.5 ലക്ഷം രൂപയാണ് ഒരു ക്ലാസ് റൂമിന് വേണ്ട തുക. ടോട്ടൽ 10 ക്ലാസ് റൂം ഉണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ് എത്ര? എല്ലാവർക്കും മനസ്സിലായിട്ടാണല്ലോ ക്വസ്റ്റ്യൻ. 10 ക്ലാസ് റൂം ആണ് ഒരു സ്കൂൾ ബിൽഡിംഗിലുള്ളത്. ഒരു ക്ലാസ് റൂമിന്റെ മാത്രം കൺസ്ട്രക്ട് ചെയ്യാനുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് 1,50,000 ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും മൊത്തം കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്? അപ്രോക്സിമേറ്റ് പറഞ്ഞേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഇപ്പൊ പരീക്ഷകൾക്ക് വരാറുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതെ, ബി ആണ് ആൻസർ. എന്നൊരു 0 കൂടെ കൂടും അല്ലെ? ഇതിന്റെ കൂടെ എന്തോ ചെയ്യണം? ഒരു ക്ലാസ് റൂമിന് 1,50,000 ആണെങ്കിൽ 10 ക്ലാസ് റൂമിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും ഒരു 0 കൂടെ ആഡ് ആയി അല്ലെ? 15 ലക്ഷം എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആനുവൽ സിങ്കിങ് ഫണ്ട് ഐ ഈസ് ഗിവൺ ബൈ. ഇക്വേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, ആർക്കും അറിയത്തില്ലേ സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ? ആനുവൽ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഓപ്ഷൻ കൺഫ്യൂഷൻ ആണ്, എല്ലാവരും നോക്കുന്നതേ ഉള്ളായിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയട്ടെ. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. SI ഡിവൈഡഡ് ബൈ 1 + I ഹോൾ റൈസ് ടു n - 1 കേട്ടോ. ഇതാണ് ഇക്വേഷൻ. ഇങ്ങനൊക്കെ മാറി മാറി വരുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകാൻ പാടില്ല. സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. SI / 1 + I ഹോൾ റൈസ് ടു n - 1. തേർഡ് ഗ്രേഡിനൊക്കെ ഇക്വേഷൻസ് ചോദിക്കലേ കാണുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ക്യൂബിക്കൽ കോണ്ടന്റ് മെത്തേഡ്. ക്യൂബിക്കൽ കോണ്ടന്റ് മെത്തേഡിനെ വെച്ചിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, ദിസ് ഇസ് എ പ്രിലിമിനറി എസ്റ്റിമേറ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ഇസ് ട്രൂ? ക്യൂബിക്കൽ കോണ്ടന്റ് മെത്തേഡ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണെന്നും പറയുന്നുണ്ട്, പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണെന്നും പറയുന്നുണ്ട്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. Only statement 1 is true. Only statement 2 is true. Both statements are false. കമന്റ് ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് അല്ലെ? 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കാരണം അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. എ ടൈപ്പ് ഓഫ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ് ക്യൂബിക്കൽ കോണ്ടന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If the estimated cost of a project is increased due to unforeseen expenses, it is known as. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാൻ, മീൻസ് ആൻസർ പറയാൻ വേണ്ടി പറ്റും. If the estimated cost of a project is increased due to unforeseen expenses, അതിന് അങ്ങനെയാണെങ്കിൽ ആ ഒരു കോസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ഓവർഹെഡ് ചാർജസ്, ഡിപ്പാർട്ട്മെന്റൽ ചാർജസ്, കണ്ടിൻജൻസി, വർക്ക് ചാർജ്, എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് ടൈപ്പ് ചെയ്തേക്കുന്നത്, സോറി കമന്റ് ചെയ്തേക്കുന്നത് കണ്ടിൻജൻസീസ് ആണ് അല്ലെ? ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മിസലേനിയസ് അല്ലെ? ആ ഒരു രീതിയിലാണ് മിസലേനിയസ് ആയിട്ടുള്ള വരുന്ന എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന, എക്സ്പെൻസസിനെ വിളിക്കുന്ന പേരാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following estimate is done to account the cost required to keep the built structure in safe and working condition? നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. Which of the following estimate is done to account the cost required to keep the built structure? To keep ആണ്, to keep the built structure in safe working condition. സേഫ് വർക്കിംഗ് കണ്ടീഷനിൽ ബിൽഡിങ്ങിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് എസ്റ്റിമേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പരീക്ഷയ്ക്കാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ചാടി കയറി ആൻസർ കറപ്പിക്കാതെ നല്ലപോലെ വായിച്ചു നോക്കുക കേട്ടോ. നമ്മൾ ഒരു വട്ടം കറപ്പിച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്കുകളാണ്.
കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ഏതാണ് ആൻസർ? അറിയില്ല ആർക്കും? ഒരു സ്ട്രക്ചറിനെ നമ്മൾ സാധാ ലോജിക് വെച്ച് ആലോചിച്ചാൽ തന്നെ കിട്ടും. അതെ, കറക്റ്റ് ആണ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് അല്ലേ? നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിനെ നല്ല പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻ്റനൻസ് അല്ലെ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോസ്റ്റ് മാറ്റി വെക്കും. ഓക്കെ, അതാണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is the IS code for method of measurement of building and civil engineering item? Method of measurement of building and civil engineering works. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന IS കോഡ് ഏതാണ്? IS 1100, IS 1200, IS 1140, IS 1890. ഏതാണ് കോഡ്? അറിയാമോ? അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറയാം. നമ്മൾ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് IS 1200 ആണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ മെഷർമെന്റ് ഓഫ് ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന കോഡ് IS 1200 ആണ്. അതിന് തന്നെ 5 പാർട്ടുകളുണ്ട്. ഓക്കെ, പാർട്ട് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5. ഇത്രയും പാർട്സ് ആണ് ഈ IS 1200 തന്നെ ഉള്ളത്. IS 1200 പാർട്ട് 1 പറയുന്നത് എന്താണെന്നും കൂടെ ഒന്ന് ആലോചിക്കുക. എർത്ത് വർക്ക് എക്സ്കവേഷനെ പറ്റിയിട്ടാണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ എല്ലാവർക്കും അറിയാവുന്ന അല്ലെ, എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഇനി പാർട്ട് 2 പറയുന്നത് കോൺക്രീറ്റിനെ പറ്റിയിട്ടാണ്, കോൺക്രീറ്റ് വർക്ക്. ഓക്കെ, കോൺക്രീറ്റ് വർക്കിനെ പറ്റിയിട്ടാണ് 2 പറയുന്നത്. ഇനി 3 പറയുന്നത് ബ്രിക്ക് വർക്കാണ്. ഓക്കെ, 4 പറയുന്നത് അപ്പൊ എന്തായിരിക്കും? സ്റ്റോൺ വർക്ക്. ഇനി 5 പറയുന്നത് ഫോം വർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല അങ്ങനെ, എന്നാലും ഒന്ന് മനസ്സിൽ വെച്ചെടുക്കുക. ഓക്കെ, ഫസ്റ്റില് എർത്ത് വർക്ക് എക്സ്കവേഷൻ, 2 കോൺക്രീറ്റ് വർക്ക്, 3 ബ്രിക്ക് വർക്ക്, 4 സ്റ്റോൺ വർക്ക്, 5 ഫോം വർക്ക്. ഇത്രയാണ് പറയുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The horizontal clearance of building for low and medium voltage lines. Repeated question ആണ് അല്ലെ, എല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ. ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന് വേണ്ട ഹൊറിസോണ്ടൽ ക്ലിയറൻസ് എത്ര, അതായത് എത്ര ഡിസ്റ്റൻസ് വിട്ട് വേണം ബിൽഡിംഗ് നിൽക്കേണ്ടത്? 2.1 മീറ്റർ, 3 മീറ്റർ, 1.2 മീറ്റർ, 2.5 മീറ്റർ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. 1.2 മീറ്റർ ആണ് ആൻസർ. ഓക്കെ, അതാ ഇവിടെ ഞാൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു ടേബിൾ ആണ്. ഇതിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 0.3 മീറ്റർ തന്നെയാണ്. 0.3 മീറ്റർ. ഓക്കെ, ലോ മീഡിയം വോൾട്ടേജ് ആണെങ്കിൽ 2.5 മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ്, 1.2 മീറ്റർ ഹൊറിസോണ്ടൽ. ദെൻ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ലൈൻസ് ആണെങ്കിൽ 3.7 ആൻഡ് 1.2. പിന്നെ ഓരോ ഇത് മീൻസ് 11 kV കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് 0.3 മീറ്റർ വീതം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്കുകളൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. 1.2 അല്ല, ഇത് ഞാൻ ഈ ഒരു ടേബിൾ കൊടുക്കാൻ കാരണം നിമിയുടെ മിസ്റ്റേക്ക് ആണ്. ഇത് 2 മീറ്റർ ആണ് ആക്ച്വലി കേട്ടോ. പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന മിസ്റ്റേക്കുകളും കൂടെ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ 1.2 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടേം ഈസ് യൂസ്ഡ് ടു refer the effect derived from space of a room, that is its length, width and height. Okay, ഒരു റൂമിന്റെ ഇഫക്റ്റിനെ മെൻഷൻ ചെയ്യുന്ന ടേം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പ്രോസ്പെക്ട്, റൂമിനസ്, ആസ്പെക്ട്, ഓറിയന്റേഷൻ. ഇതൊക്കെ ഇത് ചോദിച്ച എക്സാം പറഞ്ഞു തരാം. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇൻ വിച്ച് ടേം ഈസ് used to refer the effect derived from space of a room, that is its length, width and height. Prospect, roominess, aspect, orientation. ഒരു റൂമിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ മെൻഷൻ ചെയ്യുന്ന ടേം ഏതാ? ഓക്കെ, അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു 4 ടേമുകൾ ഒന്ന് കാണിച്ചു തരാം എന്താണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആസ്പെക്ട്. ഓക്കെ, കറക്റ്റ് ആണ്, ആൻസർ ആണ് കേട്ടോ കമന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ആസ്പെക്ട്. Arrangement of doors and windows in the external walls of a building to receive sunshine, breezes, scenery, etc. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് തന്നെ അല്ലേ. അതായത് എന്താ, നമ്മള്
മാക്സിമം ലൈറ്റ് ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ അല്ലെ അറേഞ്ച് ചെയ്യുക. പ്രോസ്പെക്ട് എന്താണ്? എ ബിൽഡിംഗ് ഈസ് സെറ്റ് ടു ഹാവ് പ്രോസ്പെക്ട് വെൻ ഇറ്റ് പ്രസന്റ് എ ഗുഡ് ആൻഡ് പ്ലീസിംഗ് അപ്പിയറൻസ്. അതായത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് കാണാൻ, ഓക്കെ, കാണാൻ കൊള്ളാവോ, അതാണ് പ്രോസ്പെക്ട്. ഓക്കെ, റൂമിനെസ് എന്ന് വെച്ചാൽ റൂമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ, റൂം. അതായത് ഇസ് ടു മാക്സിമൈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ദി അവൈലബിൾ സ്പേസ്. അതായത് ഉള്ള സ്ഥലം നല്ല രീതിയിൽ വിനിയോഗിക്കുക. പറയുന്നത് മനസ്സിലാവും. അപ്പൊ നമുക്ക് അതായത് ഇപ്പം ഒരു റൂം നമ്മളിപ്പോ ഒരു പ്ലാൻ വരയ്ക്കുന്ന സമയത്താണെങ്കിലും ശരി, നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നല്ല രീതിയിൽ അല്ലെ, ഇപ്പൊ നമുക്കറിയാം കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചെലവില് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന പല പല രീതികളുണ്ട് അല്ലെ. ആ രീതിയിൽ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ഡയമെൻഷൻസ് ചെറുതാണെങ്കിലും വലിപ്പം തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും അല്ലെ. പെയിന്റ് അല്ലെങ്കിൽ ടെക്സ്ചർ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓറിയന്റേഷൻ, അതായത് ബെഡൊക്കെ ക്രമീകരിക്കുന്ന രീതിയും ഒക്കെ. അപ്പം അതാണ് റൂമിനെസ്. നെക്സ്റ്റ് ഓറിയന്റേഷൻ അറിയായിരിക്കുമല്ലോ, ഡയറക്ഷൻ വെച്ചിട്ട് ഏറ്റവും സൂര്യ, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കിച്ചണിന്റെ പൊസിഷൻ വരുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളൊരു ബിൽഡിങ്ങിൽ പല പല മുറികൾ ഓറിയന്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ അതാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് റൂമിനെസ് ആണ്. ഒരു റൂമിന്റെ ലെങ്ത്, വിഡ്ത്, ഹൈറ്റ്, ആ ഒരു ഇഫക്റ്റിനെ, ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ആ ഒരു ഇഫക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേം ഇസ് റൂമിനെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അനദർ നെയിം ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്? ഡ്വെല്ലിംഗ് യൂണിറ്റിനെ വിളിക്കുന്ന മറ്റു പേരെന്താ? റോ ബിൽഡിംഗ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ്, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. ഓക്കെ, ആൻസർ കമന്റ് ചെയ്യാം. ഡ്വെല്ലിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ ചെറിയ കുടിലുകൾ പോലെയുള്ള അല്ലെ, മീൻസ് താമസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെ യൂണിറ്റുകളാണ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിലാണ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദി ഹാബിറ്റബിൾ സ്പേസ് ഓൺ ദ റൂഫ് ഓഫ് ദി ബിൽഡിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. ഓക്കെ, ഒരു ബിൽഡിങ്ങിന്റെ റൂഫിൽ നമ്മൾ കൊടുക്കുന്ന ഹാബിറ്റബിൾ സ്പേസ് വിത്ത് ഓർ വിത്തൗട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്, ബെർസാദി അല്ലെ, ബെർസാദിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ആലി, ബാൽക്കണി, ക്യാബിൻ, ഇതെന്താണെന്നും കൂടെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു. ബാൽക്കണി എല്ലാവർക്കും അറിയാലോ അല്ലെ, അതറിയാം. ആലിയും ക്യാബിനും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഈ ബെർസാദിയാണ് രണ്ടാമത്തെ ഫിഗർ കേട്ടോ, ഇതാണ് ബെർസാദി. ഓക്കെ, ബെർസാദി ഹാബിറ്റബിൾ, അതായത് നമ്മൾ റൂഫിൽ കൊടുക്കുന്ന ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ റൂം. ഇനി ഫസ്റ്റ് ഫിഗർ കണ്ടോ, ഈ ഫസ്റ്റ് ഫിഗർ കൊടുത്തിരിക്കുന്നതാണ് ആലി എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാത്ത് കണ്ടോ, ഇതുപോലൊരു വഴി, ആ ഒരു നാരോ ലൈൻ എന്ന് വേണേൽ പറയാം. നമ്മൾ പറയത്തില്ലേ ഇന്ന ലൈനിലെ രണ്ടാമത്തെ ലൈൻ, ലൈൻ എ, ലൈൻ ബി എന്നൊക്കെ പറയത്തില്ലേ. സോ ഈ ഒരു ലൈനിൽ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ ബിൽഡിങ്സ് കൊടുക്കുന്ന ഈ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ആലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ, സോറി, ക്യാബിൻ. ക്യാബിൻ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കൊരു ഗോഡൌൺ പോലെയോ എന്ന് വെച്ചാൽ നമുക്ക് താമസിക്കാൻ വേണ്ടി അല്ലാതെ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയൊരു മീൻസ് ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മീൻസ് ക്യാബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഹാബിറ്റബിൾ പർപ്പസിന് വേണ്ടി, താമസത്തിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ കൊടുക്കുന്നതാണ്, ഷെഡ് പോലെയൊക്കെ. ഓക്കെ, അതാണ് ക്യാബിൻ. ഓക്കെ, അപ്പൊ ബർസാദിയാണ് ഹാബിറ്റബിൾ സ്പേസ് ഓൺ ദി റൂഫ് ഓഫ് ദി ബിൽഡിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി ഗോൾ ഓഫ് പ്രോസ്പെക്ട് ഇൻ ബിൽഡിംഗ് ഡിസൈൻ? പ്രോസ്പെക്ടിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ പ്രൈമറി ഗോൾ എന്താണ്? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ എന്താണ് പ്രോസ്പെക്ട്. ടു ഇംപ്രൂവ് ഇൻഡോർ ലൈറ്റിംഗ്, ടു എൻറിച്ച് ഔട്ട്സൈഡ് വ്യൂ, ടു ഇൻക്രീസ് പ്രൈവസി, ടു റെഡ്യൂസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ടു എൻറിച്ച് ഔട്ട്സൈഡ് വ്യൂ അല്ലെ, പുറത്തുനിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും, അതാണ് പ്രോസ്പെക്ട്. ഓക്കെ, ടു എൻറിച്ച് ഔട്ട്സൈഡ് വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വോളിയം ഈസ് മെഷേർഡ് കറക്റ്റ് ടു ദ നിയറസ്റ്റ്. നമ്മൾ സാധാരണ വോളിയം മെഷർ ചെയ്യുമ്പോൾ എത്ര സ്ഥാനം എടുക്കണം എന്നൊക്കെ പറയത്തില്ല അല്ലെ, എത്ര ആക്യുറസിയോട് കൂടി മെഷർ ചെയ്യണം. 0.01 മീറ്റർ ക്യൂബ്, 0.02 മീറ്റർ ക്യൂബ്, 0.03 മീറ്റർ ക്യൂബ്, 0.04 മീറ്റർ. എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ഏരിയ പഠിക്കണം, വോളിയം പഠിക്കണം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എത്രയാണ് ആൻസർ വരുന്നത്? വോളിയം ആണെങ്കിൽ 0.0 കറക്റ്റ്, 0.01 മീറ്റർ ക്യൂബ് ആണ്. അതായത് ലീനിയർ മെഷർമെന്റ്സ് ആണെങ്കിൽ മെഷേർഡ് ടു നിയറസ്റ്റ് 0.01 മീറ്റർ ആണ്. ഏരിയ ആണെങ്കിൽ 0.0, എല്ലാം 0.01 തന്നെയാണ്, മീറ്റർ സ്ക്വയർ ആണ്. ക്യൂബിക്കൽ കോണ്ടന്റ് മീൻസ് വോളിയം ആണെങ്കിൽ 0.01 മീറ്റർ ക്യൂബിൽ. ഓക്കെ, അപ്പൊ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, 0.01 മീറ്റർ ക്യൂബ്.
Next question. According to the general fire safety requirements, what should be provided in buildings with more than one story? ഒന്നിലധികം സ്റ്റോറികൾ ഉള്ള ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജനറലി കൊടുക്കുന്നത്, എല്ലാം കൊടുക്കാം, പക്ഷെ ജനറലി നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഒന്നിലധികം സ്റ്റോറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റെയർ കേസ് ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഫയർ അലാംസ്, സ്പ്രിംഗ്ലർ സിസ്റ്റം, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ലിബറലി ഡിസൈൻഡ് ആൻഡ് സേഫ് ഫയർ പ്രൂഫ് എക്സിറ്റ് ഓർ എസ്കേപ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ എല്ലാവരും മീൻസ് തറപ്പിച്ച് വെക്കുന്നതാണ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് മോർ ദാൻ വൺ സ്റ്റോറിക്ക് മാത്രമല്ല, വൺ സ്റ്റോറി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. പക്ഷെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള PSCയുടെ ആൻസർ ഇതാണ്, ഫയർ എസ്കേപ്പുകളാണ് കേട്ടോ. ഫയർ എസ്കേപ്പ്, ഫയർ എസ്കലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കത്തില്ലേ, അതാണ് ഫയർ സേഫ്റ്റി സ്റ്റെയർ കേസ്. അതിനൊക്കെ പ്രത്യേകം നമ്മുടെ KMBRന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ D ആണ് PSCയുടെ ആൻസർ ആയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the recommended percentage of the total planned area that should be allocated for green belts according to stipulations of MOEF? MOEF എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലെ? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. അത് പ്രകാരം ഗ്രീൻ ബെൽറ്റ് എത്ര ഏരിയ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. കാരണം ചില ഇതില് ബിൽഡിംഗ് ഡ്രോയിങ്ങില് ഗ്രീൻ ബെൽറ്റ് എന്ന ചെറിയൊരു പോർഷൻ ഫയർ സേഫ്റ്റിയുടെ കൂടെ വരാറുണ്ട്. അതുകൊണ്ട് മാത്രം ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഞാൻ പറഞ്ഞേക്കാം. ആൻസർ വരുന്നത് 33% ആണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ, റീസെന്റ് ആയിട്ടുള്ള. അപ്പൊ 33% ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഗ്രീൻ ബെൽറ്റ് കൊടുക്കുന്ന എത്ര ഏരിയ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the annual periodic payment for repayment of the capital amount invested by the party? നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ് ഈ കാര്യം. ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ തറപ്പിച്ചു വെക്കേണ്ടതെന്ന്? ഓക്കെ, ക്യാപിറ്റൽ കോസ്റ്റ്, ആനുവിറ്റി, ഡിപ്രീസിയേഷൻ, ഔട്ട്ഗോയിങ്. ഏതാണ് ആൻസർ വരുന്നത്? ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് എന്ന് പറയുന്നത് ആനുവിറ്റി ആണ് അല്ലെ. ആനുവലി നമ്മൾ അടയ്ക്കുന്നതാണ്. ആനുവിറ്റി ഡ്യൂ, ആനുവിറ്റി സെർട്ടൈൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടേമുകൾ അതിന്റെ കൂടെ വരുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ആനുവിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which brick wall thickness is measured in meter square? ഏത് ബ്രിക്ക് വാളിന്റെ തിക്നെസ് ആണ് നമ്മൾ മീറ്റർ സ്ക്വയറിൽ മെഷർ ചെയ്യുന്നത്? 10 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ മീറ്റർ സ്ക്വയറിൽ മെഷർ ചെയ്യുന്നത്. മീറ്റർ സ്ക്വയർ മെഷർ ചെയ്യണമെങ്കിൽ എന്തോ വരണം? മീറ്റർ ക്യൂബിന് പകരം മീറ്റർ സ്ക്വയർ ഉപയോഗിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് പാർട്ടീഷൻ വോൾ ആയിരിക്കണം അല്ലെ, അല്ലെങ്കിൽ അത് ഹാഫ് ബ്രിക്ക് വോൾ ആയിരിക്കണം. അപ്പൊ ഹാഫ് ബ്രിക്ക് വോൾ എന്ന് ഡയറക്റ്റ് ചോദിക്കാതെ ആ ഹാഫ് ബ്രിക്ക് വോളിന്റെ ഡയമെൻഷൻ തന്നേക്കുക അല്ലെ. ഓക്കെ, ഹണികോം വോളും ഉണ്ട്, ഹണികോം വോളും ഉണ്ട്. അപ്പൊ ഹാഫ് ബ്രിക്ക് വോളിന്റെ ഡയമെൻഷൻ ആണ് അവർ തന്നേക്കുന്നത്. എത്രയാണ്? 10 സെന്റിമീറ്റർ. സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്ക് തിക്ക് വോൾ ആണ്. സോ 10 സെന്റിമീറ്റർ ആണ് തന്നേക്കുന്നത്. 10 സെന്റിമീറ്റർ ആണെങ്കിൽ അത് എന്താണ്? ഹാഫ് ബ്രിക്ക് വോൾ ആണ്. ഹാഫ് ബ്രിക്ക് വോളിന്റെ നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. സോ 10 സെന്റിമീറ്റർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the name given to built-up area of building measured at floor level of any story? Built-up area measured at floor level of any story. അതിനെ വിളിക്കുന്ന പേരെന്താ? നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ്. ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, സർക്കുലേഷൻ ഏരിയ, പ്ലിന്ത് ഏരിയ. എന്താണ് ആൻസർ? ബിൽട്ടപ്പ് കവേർഡ് ഏരിയ അറ്റ് ഫ്ലോർ ലെവൽ. അതെ, പ്ലിന്ത് ഏരിയ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പ്ലിന്ത് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് എസ്റ്റിമേറ്റ് ഈസ് ലീസ്റ്റ് ആക്യുറേറ്റ്? വിച്ച് എസ്റ്റിമേറ്റ് ഈസ് ലീസ്റ്റ് ആക്യുറേറ്റ്? ഓക്കെ, ഇതില് ചിലർക്കൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പ്രശ്നമില്ല. അത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാം കേട്ടോ. അതെങ്ങനെയാണെന്നും കൂടി പറഞ്ഞു തരാം. ഇതിന്റെ ആൻസർ ഇതാണ്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണ്. കാരണം അത് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അല്ലെ. ഇനി ഞാൻ ഒരു പേജ് കാണിക്കാം. ഇതൊന്ന് നോക്കിയാൽ എല്ലാവരും. ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ്. രണ്ട് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ്. രണ്ടാമത്തത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ
ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പൊ ഇത് നോക്കിയേ, ഇതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കിയേ. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റിനെ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് പെർ യൂണിറ്റ് ബേസിസ് എസ്റ്റിമേറ്റ്, ദെൻ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ക്യൂബിക്കൽ കോണ്ടന്റ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. ഇങ്ങനെ, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്. ഈ ഒരു 4 എണ്ണമാണ് ഉള്ളത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, ആനുവൽ പ്രിപ്പയർ എസ്റ്റിമേറ്റ്, ഇതുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിൽ ഏത് എസ്റ്റിമേറ്റ് വന്നാലും, അതായത് ഫസ്റ്റ് കാറ്റഗറിയിലെ ഏത് എസ്റ്റിമേറ്റ് വന്നാലും ആക്യുറേറ്റ് ആരാണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് ഓൾവേസ് ആക്യുറേറ്റ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? മോസ്റ്റ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് ഈസ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. പക്ഷേ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മളെടുത്ത് കളഞ്ഞു. ഇത് നോക്കുവാണ്, നമ്മൾ ഈ 4 എണ്ണം നോക്കുക. ഈ 4 എണ്ണത്തിൽ ഏതാ ഏറ്റവും ആക്യുറേറ്റ്? കമന്റ് ചെയ്യാൻ പറ്റുമോ? ഈ 4 എണ്ണത്തില് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഡി അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ്. ഇതാണ് ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റ് പൊസിഷൻ. ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിനാണ്. രണ്ടാമത്തെ ആരാ? ഒന്നാമത്തെ ആള് ഇത്, രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആളാണ് ക്യൂബിക്കൽ കോണ്ടന്റ് മെത്തേഡ് കേട്ടോ. രണ്ടാമത്തെ സെക്കൻഡ് പൊസിഷൻ ക്യൂബിക്കൽ കോണ്ടന്റ് മെത്തേഡ്. ഇനി മൂന്നാമത്തെ ആളാണ് പ്ലിന്ത് ഏരിയ. ഏറ്റവും ആക്യുറസി കുറവുള്ള ആള് പ്ലിന്ത് ഏരിയ കേട്ടോ. അതെപ്പോഴും ഓർക്കണേ, കാരണം പരീക്ഷകൾക്ക് ചോദിക്കുമ്പോൾ ക്യൂബിക്കൽ കോണ്ടന്റും പ്ലിന്ത് ഏരിയയും ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ഈ ഒരു സംഭവം കാണത്തില്ല. അപ്പൊ നമ്മളെല്ലാവരും, നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും പഠിച്ചു വെക്കുന്നത് ക്യൂബിക്കൽ കോണ്ടന്റ് മെത്തേഡ് ആണ് ഏറ്റവും ആക്യുറേറ്റ് എന്നുള്ള രീതിയിലാണ് പഠിച്ചു വെക്കാറുള്ളത്. പക്ഷേ അതിൽ ആക്യുറസി കൂടുതലുള്ളത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് ആണ്. അതങ്ങനെ ഓപ്ഷനിൽ കാണിക്കാറില്ല കേട്ടോ. ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് ആക്യുറേറ്റ്, സെക്കൻഡ് ആക്യുറേറ്റ്, തേർഡ് ആക്യുറേറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് പെർസെന്റേജ് ഈസ് ആഡഡ് ആസ് കണ്ടിൻജൻസീസ് ഇൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്? അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റില് കണ്ടിൻജൻസി എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്? അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റില് കണ്ടിൻജൻസി എത്ര ശതമാനം? ഓക്കെ, എല്ലാവർക്കും കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ ടേബിൾ ഉണ്ട്. നമ്മൾ ഈ ഒരു എസ്റ്റിമേഷനിൽ പഠിക്കുന്ന എല്ലാ പെർസെന്റേജുകളും ഈ ഒരു ടേബിളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. ഇപ്പൊ കഴിഞ്ഞ ഒരു എക്സാമിന്, ഏത് എക്സാം ആണ് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ഹാർബറോ ഏതോ ഒരു എക്സാം ആണ്, അതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പൊ നോക്കി, കണ്ടിൻജൻസീസ് 2 എണ്ണത്തിനുണ്ട്, അത് പഠിക്കണം. അപ്പൊ നോക്കി, ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട പെർസെന്റേജുകൾ. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഓൾറെഡി നമ്മൾ പറഞ്ഞു 10-15% ഓഫ് പ്ലിന്ത് ഏരിയ. ദെൻ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ 4-5%. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. കാർപ്പറ്റ് ഏരിയ, ഓഫീസ് ബിൽഡിങ്ങും റെസിഡൻഷ്യൽ ബിൽഡിങ്ങും പഠിച്ചു. അടുത്തത് കണ്ടിൻജൻസി. പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണെങ്കിൽ 5 മുതൽ 10% വരെ. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ 3 to 5%. 3, 5, 10 ഇങ്ങനെ ഒരു ഓർഡർ പഠിച്ചു കേട്ടോ. പരീക്ഷയ്ക്ക്, ഈ അടുത്തും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇതിലൊരെണ്ണം. പിന്നെ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ 1.5 മുതൽ 2% വരെ. ടൂൾസ് ആൻഡ് പ്ലാൻസ് 1 to 1.5%. സെന്റേജ് ചാർജ് 10 to 15%. ലംസം 20%. കോൺട്രാക്ടർ പ്രോഫിറ്റ് 10%. ലീഡ് ആൻഡ് ലിഫ്റ്റ്. ലീഡ് 30 മീറ്ററും 1.5 മീറ്ററും ലിഫ്റ്റുമാണ്. ഈ ലീഡിന്റെ വാല്യൂ 30 മീറ്റർ 50 മീറ്ററും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കിടക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക്, നമ്മുടെ PSC എക്സാമിന് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് PSCയുടെ ആൻസർ 30 മീറ്റർ ആയതുകൊണ്ടാണ് ഞാൻ 50 കൊടുക്കാതിരുന്നത്. പക്ഷേ ഇതിന് മുന്നേ ഉള്ള ചില എക്സാമുകൾക്ക് PSCയുടെ ആൻസർ 50 മീറ്ററും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ നടന്ന, നമ്മുടെ ജൂലൈയിൽ നടന്ന എക്സാം ആണെന്ന് തോന്നുന്നു, അതിന് ലീഡിന്റെ വാല്യൂ PSCയുടെ ആൻസർ 30 മീറ്റർ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്രയും പെർസെന്റേജുകൾ മസ്റ്റ് ആയിട്ടും പഠിച്ചുകൊണ്ട് പോകണം. ഇതിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ 5 to 10% ആണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിലുള്ള കണ്ടിൻജൻസി പെർസെന്റേജ്. ഓക്കെ, തെറ്റിയത് കുഴപ്പമൊന്നുമില്ല, പഠിച്ചാൽ മതി. ഇത്രയും പെർസെന്റേജുകൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകുക കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓരോന്നും നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ച് അങ്ങനെ അതിന്റെ കൂടെ പഠിക്കാതെ ഇതുപോലെ ഒരു ടേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ എളുപ്പമാകും. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദി റെക്കമെൻഡഡ് ആസ്പെക്ട് ഫോർ എ കിച്ചൺ ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്? ആസ്പെക്ട് എന്ന് വെച്ചാൽ ഏത് സൈഡ് നമ്മൾ കൊടുക്കുന്നു അല്ലെ. ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അല്ലെ. സാധാരണ നമ്മളൊരു വീടൊക്കെ വെക്കുന്ന സമയത്ത്
പക്ഷെ ഇപ്പം നമുക്ക് സ്ഥലം അനുസരിച്ച് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. എന്നാൽ ഏതാണ് ആൻസർ? ഓക്കെ, കിച്ചൺ യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈസ്റ്റ് പൊസിഷനിലാണ് കേട്ടോ, ഈസ്റ്റ് പൊസിഷൻ. ഇനി ഈസ്റ്റ് പകരം, അതെ ഈസ്റ്റ് കറക്റ്റ് ആണ്. ഈസ്റ്റിന് പകരം സൗത്ത് ഈസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് അല്ല, നോർത്ത് ഈസ്റ്റ് എന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ്. ഓക്കെ, അത് പോട്ടെ. ഇനി എന്തുകൊണ്ടാണ് ഈസ്റ്റിൽ വെക്കുന്നത് അറിയാമല്ലോ അല്ലേ? അറിയാമോ? കിച്ചണിന്റെ പൊസിഷൻ ഈസ്റ്റിൽ കൊടുക്കണം എന്ന് പറയാൻ കാരണം, നമ്മൾ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന സൺലൈറ്റ് എന്ന് പറയുന്നത്, ആ സൺലൈറ്റിന്റെ പ്രത്യേകത ജെർമിസിഡൽ എഫക്ട് എന്ന് വെച്ചാൽ നമ്മുടെ കീടാണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു എഫക്ട് ഉണ്ടെന്നാണ് സാധാരണ പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കീടാണുക്കളെ ജെർമിസിഡൽ എഫക്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കിച്ചൺ എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം അല്ലെ, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് കിച്ചണിന്റെ പൊസിഷൻ എപ്പോഴും കിഴക്ക് വശത്തോട് ചേർന്ന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് എ ആണ്, ഓൺലി 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The total estimate cost of a building, sanitary and water supply work usually accounts for. ഞാൻ ഇവിടെ കുറച്ച് പെർസെന്റേജ് പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കാറ്. The total estimate cost of a building, sanitary and water supply work usually accounts for. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബിൽഡിങ്ങിന്റെ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈക്ക് എത്ര ശതമാനമാണ് നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റ് കോസ്റ്റിന്റെ കൊടുക്കുന്നത്? 33%, 18%, 8%, 20%. 20% എന്ന് പറയുന്നത് ലംസമായിരുന്നു. ലംസം ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഞാൻ ടേബിൾ കാണിക്കാം. ഏറ്റവും ഇവിടെ തേർഡ് ലാസ്റ്റ്, അതായത് 20% ലംസം. ലംസമാണ് 20%. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ലംസം അല്ല, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ലംസത്തിന് ലംസം 20%. ആ ലംസത്തിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇലക്ട്രിഫിക്കേഷൻ ചാർജ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, ഫിറ്റിംഗ്സ് ആൻഡ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്. നോക്കിയ ഓരോന്നും 8% ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി 8%, ഫിറ്റിംഗ്സ് ഓർ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് 4% കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററിയിൽ 8% വരും. ഓക്കെ, അപ്പൊ ആൻസർ 8%. ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മുടെ കഴിഞ്ഞ ഇപ്പൊ നമ്മുടെ ജൂലൈയിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന്റെ ഒരു എക്സാം നടന്നു LFG. അതില് ഈ ഒരു 8% ക്വസ്റ്റ്യൻ വന്നു. ഒരു കാരണവും ഇല്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അതെന്താണ് റീസൺ എന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ആ ഒരു എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. 10 ക്വസ്റ്റ്യനോളമാണ് അതിൽ ക്യാൻസൽ ആയിപ്പോയത്. അതിലൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ 8% വന്ന ഇലക്ട്രിഫിക്കേഷൻ ചാർജ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അതിനൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല, ജസ്റ്റ് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പക്ഷെ ആക്ച്വലി ഈ രീതിയിലാണ് നമ്മുടെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് ഓഫ് ബിൽഡിംഗ്? സ്ക്രാപ്പ് വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞോളാ. സ്ക്രാപ്പ് വാല്യൂ യൂട്ടിലിറ്റി പീരീഡിന്റെ അല്ലെ, നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ ലൈഫ് തീർന്നു കഴിഞ്ഞാൽ അതിന്റെ എൻഡിൽ വരുന്ന സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? ഇടയ്ക്ക് പറഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, 10% ആൻസർ. 10%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എസ്റ്റിമേറ്റ് ഈസ് കോൾഡ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്? ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത് ഏത് എസ്റ്റിമേറ്റിനെയാണ്? പ്ലിൻഡ് എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്, പ്രിലിമിനറി എസ്റ്റിമേറ്റ്? ഏത് എസ്റ്റിമേറ്റിനെയാ? അതെ, കറക്റ്റ് ആൻസർ ആണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ വിളിക്കുന്ന പേരാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, an amount required to deposit by the contractor with a tender document as a guarantee to the department is called. അതായത് കോൺട്രാക്ടർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് വിത്ത് ടെൻഡർ ഡോക്യുമെന്റ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, മിസലേനിയസ് എക്സ്പെൻസസ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, കോസ്റ്റ് ഓഫ് ടെൻഡർ. ഏതാണ് ആൻസർ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാക്ടർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്, വെറും എമൗണ്ട് അല്ല, വിത്ത് ടെൻഡർ ഡോക്യുമെന്റ് അല്ലെ. ടെൻഡർ വിളിക്കുമ്പോൾ ആ ടെൻഡറിന്റെ ആ ഒരു ഡോക്യുമെന്റിന്റെ കൂടെ കോൺട്രാക്ടർ 2% അല്ലെ, ടോട്ടൽ കോസ്റ്റിന്റെ 2% ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ആ 2%നെ വിളിക്കുന്ന പേരാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. കറക്റ്റ് ആൻസർ കേട്ടോ, 2%. ഇനി ഇപ്പൊ കുറെ പേരുണ്ട്, ഒരാൾ A, ഒരാൾ B, ഒരാൾ C, ഒരാൾ D, 4 പേരുണ്ട്. 4 പേര് ടെൻഡർ സബ്മിറ്റ് ചെയ്തു. 4 പേര് 2% വെച്ച് അടച്ചു. ഓക്കെ, എനിക്ക് സിയുടെ ടെൻഡറാണ് ഇഷ്ടപ്പെട്ടത്, ഞാൻ സിനെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ളവരെയൊക്കെ റിജക്ട് ചെയ്തു. അപ്പൊ സി എന്തോ ചെയ്യണം? ഒരു 8% കൂടെ ആഡ് ചെയ്യണം. എനിക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം. മീൻസ് മൊത്തം 10% എനിക്ക് ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി ആയിട്ട് തരണം. അതിനെ വിളിക്കുന്ന പേരാണ്
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റിന്റെ കൂടെ 8% കൂടെ ചേർത്ത് മൊത്തം 10% എനിക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കണം. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. എത്ര എമൗണ്ട് ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു കോൺട്രാക്ടർ ഇപ്പോൾ ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടയ്ക്കേണ്ടത്? 10%. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. ദ പേഴ്സൺ ഹു ടേക്സ് ദി ലോൺ. ലോൺ എടുക്കുന്ന ആളിനെ വിളിക്കുന്ന പേരെന്ത്? മോർഗേജർ, ഫ്രീ ഹോൾഡ്, ലെസ്സർ, മോർഗേജ്. The person who takes the loan. ലോൺ എടുക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് മോർഗേജർ, ഫ്രീ ഹോൾഡ്, മോർഗേജി, ലെസ്സർ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. മോർഗേജർ ആണ് അല്ലെ? മോർട്ട്ഗേജർ. കൊടുക്കുന്ന ആള് മോർഗേജി. ഏത് ഡോക്യുമെന്റ് ആണോ പണയം വെക്കുന്നത് അത് മോർഗേജ് ഡീഡ്. എല്ലാം അറിയാമെന്ന് വിചാരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ സപ്ലൈ ഓഫ് സ്റ്റിഫ് പെയിന്റ്, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇൻ NK സിസ്റ്റം ഈസ്. സ്റ്റിഫ് പെയിന്റിന്റെ സപ്ലൈക്ക് നമ്മൾ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? എമൗണ്ട് കിലോഗ്രാം, പെർ ബോട്ടിൽ, ലിറ്റർ, നൺ ഓഫ് ദിസ്. ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. 2-3 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. ഓക്കെ, ലിറ്റർ അല്ല, സ്റ്റിഫ് പെയിന്റ് കിലോഗ്രാമിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. കിലോഗ്രാം കേട്ടോ. സ്റ്റിഫ് പെയിന്റ് ആണെങ്കിൽ കിലോഗ്രാം. ഇതൊക്കെ മിക്കവാറും പേർക്കൊക്കെ തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ യൂണിറ്റുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. സ്റ്റിഫ് പെയിന്റ് കിലോഗ്രാമിലാണ്. ഇനി ഡിസ്റ്റംബർ ഉണ്ടല്ലോ, ഡിസ്റ്റംബർ അറിയത്തില്ലേ? നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുന്ന ഡിസ്റ്റംബർ ആണെങ്കിൽ അത് കിലോഗ്രാമിലാണ് കേട്ടോ. അതും കൂടെ ഓർത്ത് വെക്കണം, ചോദിച്ചിട്ടുണ്ട്. ഇനി സാധാ പെയിന്റ്, വാർണിഷ്, ഓയില്, ഇതൊക്കെയാണെങ്കിൽ ലിറ്റർ കേട്ടോ. ഈ ഒരു 3 കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചിട്ട്. സ്റ്റിഫ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയല്ലേ, അപ്പൊ അത് കിലോഗ്രാമില്. ഡിസ്റ്റംബർ കിലോഗ്രാമില്. പെയിന്റ്, വാർണിഷ്, ഓയിലൊക്കെ ലൂസ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്ന് ഓർക്കുക. ലിറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലാത്തത് ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ്, ഇയേഴ്സ് പർച്ചേസ് മെത്തേഡ്, സിംഗിങ് ഫണ്ട് മെത്തേഡ്. ഓക്കെ, ആൻസർ കറക്റ്റ്. ഓക്കെ, ആൻസർ കമന്റ് ചെയ്തിട്ടില്ല അല്ലെ? മൻസൂർ അതല്ലേ കമന്റ് ചെയ്തത്? അല്ലല്ലേ? ഓക്കെ, ആൻസർ ഇയേഴ്സ് പർച്ചേസ് മെത്തേഡ് ആണ്. ഓക്കെ, ഇയേഴ്സ് പർച്ചേസ് മെത്തേഡ് നമ്മൾ ഡെപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ല. ഓക്കെ, ഇനി ഏതൊക്കെയാ മെത്തേഡ്? ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ദെൻ കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ്, സിംഗിങ് ഫണ്ട് മെത്തേഡ്. ഇത് 3 നമ്മുടെ ഓപ്ഷനിലുണ്ട്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു മെത്തേഡ് കൂടി ഉണ്ട്, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് കേട്ടോ. ഈ 4 മെത്തേഡ്സ് ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇതിന്റെ ഇക്വേഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ചെറിയ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി മിനിമം ലീഡ് ഫോർ എർത്ത് വർക്ക് എക്സ്കവേഷൻ? ഏതാണ് മിനിമം ലീഡ്? ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? PSCക്ക് റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ ആൻസർ എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ട് പറഞ്ഞു. എത്രയാണ് മിനിമം ലീഡ്? എർത്ത് വർക്ക് എക്സ്കവേഷന്റെ മിനിമം ലീഡ് എത്രയാണ്? സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 30 മീറ്ററും കാണാറുണ്ട്, 50 മീറ്ററും കാണാറുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന്റെ ആൻസർ കറക്റ്റ് ആണ് 30 മീറ്റർ. 30 മീറ്റർ ആണ് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പം നിമീര് ഏതാ വാല്യൂ എന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. തേർഡ് ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ നിമി ബേസ്ഡ് ആയിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു 50 ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് പോർഷൻസും കവർ ചെയ്യും. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇപ്പൊ തന്നെ ഞാൻ കുറെ ഡേറ്റുകൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് പോകുക. കാരണം ഒരുപാട് പെർസെന്റേജുകളും കുറെ വാല്യൂസും എല്ലാം ഉണ്ട്. ഓക്കെ, ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.